ഇനി ഒരു ഡെഫിനിഷനാണ് സബ് സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. അതായത് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഉള്ളിലുള്ള വെക്റ്റർ സ്പേസിനാണ് അതിൻ്റെ സബ് സ്പേസ് എന്ന് പറയാം. ഡെഫിനിഷൻ ഞാൻ പറയട്ടോ, ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞതാണ്. ഡെഫിനിഷൻ വായിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇവിടെ നോക്കൂ, R3 അത് നമുക്കറിയാം, അതൊരു റിയൽ വെക്റ്റർ സ്പേസ് ആണ് വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് നമുക്ക് നന്നായി പരിചയമാണ്. ഇനി ഞാൻ ഈ R3യുടെ ഒരു സബ്സെറ്റ് W ഇവിടെ എഴുതിയിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ XY0. അതായത് Z കോർഡിനേറ്റ് 0 ആയിട്ടുള്ള ഇവിടുത്തെ എല്ലാ എലമെൻറ്റ്സും ഇവിടെ വരും. പോസിറ്റീവ് മനസ്സിലാക്കുക, ഇതെന്താണ് XY പ്ലെയിനാണ് അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി ഈ W നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും, ഇതൊരു റിയൽ വെക്റ്റർ സ്പേസ് ആണ് വിത്ത് ദ സെയിം അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് R3 ഒരു വെക്റ്റർ സ്പേസ് ആണ്, അതിൻ്റെ സബ്സെറ്റായ ഈ W ഒരു വെക്റ്റർ സ്പേസ് ആണ് വിത്ത് ദ സെയിം അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം R3ക്കുള്ളിലൊരു വെക്റ്റർ സ്പേസ് അല്ലേ ഈ W. അപ്പം നമ്മൾ പറയും W ഈസ് എ സബ് സ്പേസ് ഓഫ് R3. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് R3 വെക്റ്റർ സ്പേസ് ആയത് അഡീഷൻ യൂഷ്വൽ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരമാണ്. അതേ യൂഷ്വൽ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം തന്നെയാണ് ഈ ഡബ്ല്യുവും വെക്റ്റർ സ്പേസ് ആയത്. അപ്പം മാത്രമേ നമ്മൾ സബ് സ്പേസ് എന്ന് പറയൂ. ശരിക്കും ഇപ്പോൾ നമുക്കൊരു സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലപ്പം എന്താ പറയുക, അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും വേറെ ഏതോ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് മെയിൻ സെറ്റിലുള്ള അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും അല്ലാതെ വേറെ ഏതോ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും കൊണ്ടുവന്നിട്ട് ആ സബ്സെറ്റിനെ ചിലപ്പോൾ എന്താക്കാൻ പറ്റും, വെക്റ്റർ സ്പേസ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെ അതിൻ്റെ സബ് സ്പേസ് ആണെന്ന് പറയില്ല. ഇവിടെ മെയിൻ സ്പേസിലുള്ള അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം തന്നെ അതിൻ്റെ സബ്സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ആവുകയാണെങ്കിൽ നമ്മളെന്ത് പറയൂ, ആ സബ്സെറ്റ് അതിൻ്റെ സബ് സ്പേസ് ആണെന്ന് പറയുള്ളൂ. ഇനി ഈ ഡെഫിനിഷൻ വായിച്ചു നോക്കുള്ളൂ. അതായത് ഇനി ഞാൻ പറയണമെന്നില്ല, ഞങ്ങൾ വായിച്ച് ആദ്യം മനസ്സിലാക്കിക്കോളും. സബ് സ്പേസ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് പോകാം. സബ് സ്പേസിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന റിസൾട്ടാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റിസൾട്ടാണ്. ഒന്ന് പോസിറ്റീവ് റിസൾട്ട് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അതായത് ഇവിടെ ഒരു വെക്റ്റർ സ്പേസ് വി ഉണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് W. എന്നിട്ട് ഈ W വിയുടെ സബ് സ്പേസ് ആവാനുള്ള ഒരു ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അവിടെ തന്നത്. അതായത് ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻസ് അവിടെ തന്നത് 3 കണ്ടീഷൻസ് ഉണ്ട്. അതായത് W ഈസ് എ സബ് സ്പേസ് ഓഫ് വി if and only if W satisfies these 3 conditions. ഓക്കെ, അതായത് കണ്ടീഷൻസൊക്കെ വളരെ സിമ്പിൾ കണ്ടീഷൻസാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്, ഡബ്ല്യുവിൻ്റെ അകത്ത് നിന്ന് 2 ആൾക്കാരെ എടുത്തിട്ട് ആഡ് ചെയ്താൽ റിസൾട്ട് W തന്നെ വരണം, അതായത് ക്ലോസർ അണ്ടർ അഡീഷൻ. രണ്ടാമത്തതോ, ഒരു സ്കാലർ ഡബ്ല്യുവിൻ്റെ അകത്ത് ഒരു എലമെൻറ്റിനെ, ഡബ്ല്യുവിലുള്ള ഒരു എലമെൻറ്റിനെ ഫീൽഡിൽ ഒരു സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും W തന്നെ വരണം, അതായത് ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. മൂന്നാമത്തത്, നമ്മൾ വിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റായ 0 ഡബ്ല്യുവിലുണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷൻസാണ്. ഇത് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻസ്. അതായത് W വിയുടെ സബ്സ്പേസ് ആണെങ്കിൽ ഈ 3 കണ്ടീഷൻസും W സാറ്റിസ്ഫൈ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ 3 കണ്ടീഷൻസ് W സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ W വിൽ ബി എ സബ് സ്പേസ് എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. പോസിറ്റ് സ്വന്തം ട്രൈ ചെയ്ത് നോക്കൂ. ഇഫ് ആൻഡ് ഓൺലി ഇഫിൻ്റെ ഒരു ഭാഗം നോക്കാം. അതായത് W വിയുടെ സബ്സ്പേസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുക്ക് ഈ 3 കണ്ടീഷൻസും ഉണ്ട്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയണം. ഓക്കെ, പറയുന്നതിന് മുമ്പേ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർക്കാം. ഒരു സെറ്റ് വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു അഡീഷനും വേണം, സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും വേണം. ഇത് നമുക്കറിയാം. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിവേ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അതിനകത്ത് വേണമല്ലോ. ഈ അഡീഷൻ്റെ ധർമ്മം എന്താ, വെക്റ്റർ സ്പേസിലെ അഡീഷൻ ചെയ്യുക, വെക്റ്റർ സ്പേസിലെ 2 ആൾക്കാരെ ഉപയോഗിച്ചിട്ട് വെക്റ്റർ സ്പേസിൽ തന്നെ ഒരാളുണ്ടാക്കി തരാം. ഇനി സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ധർമ്മമോ, ഫീൽഡിലെ ഒരാളെയും വെക്റ്റർ സ്പേസിൽ ഒരാളെയും കൊടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ സ്പേസിൽ തന്നെ ഒരാളുണ്ടാക്കി തരും. ആര്, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ആ സെറ്റിൽ ഉണ്ടാവണം, എന്നാലേ ആ സെറ്റ് എന്താവുള്ളൂ, വെക്റ്റർ സ്പേസ് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ W വിയുടെ സബ് സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ W എന്താണ്, വിൻ്റെ ഒരു സബ്സെറ്റാണ്. മാത്രമല്ല W ഒരു വെക്റ്റർ സ്പേസുമാണ് വിത്ത് ദ സെയിം അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓൺലി. ഓക്കെ, എനിവേ W ഒരു വെക്റ്റർ സ്പേസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ നിർബന്ധമാണല്ലോ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ഇവിടുത്തെ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും എവിടുന്ന് വന്നു, വിന്ന് വന്നു എന്ന് മാത്രം. അതിനി ഉഗാണ്ടയിൽ നിന്നല്ല ദുബായിൽ നിന്ന് വന്നാലും കുഴപ്പമില്ല. ഇത് വെക്റ്റർ സ്പേസ് ആണോ, അതിൻ്റെ അകത്ത് വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന ടൈപ്പ് ഒരു അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വേണ്ടത്. ഇവിടെ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഇവിടുന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ധർമ്മം മാറുമോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ അഡീഷൻ എന്ത് ചെയ്യണം, ഇവിടുത്തെ 2 ആൾക്കാർ വെച്ചിട്ട് ഇവിടെ തന്നെ ഒരാളുണ്ടാക്കണം. അതാണ് ഇവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇത് സബ്സ്പേസ് ആണ്. അപ്പോൾ ഇതൊരു വെക്റ്റർ സ്പേസ് ആണ്. ഇവിടുത്തെ അഡീഷൻ പ്രകാരം, ഇവിടുത്തെ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം. അപ്പോൾ ആ അഡീഷൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടുത്തെ 2 ആൾക്കാർ വെച്ചിട്ട് ഇവിടെ ഒരാളുണ്ടാക്കണം, വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ. യെസ്, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ അങ്ങനെ തന്നെ.
ഡബ്ല്യു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ അതിനകത്തൊരു സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ വേണം. അത് വിടുത്തത് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്കാലാർ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അവിടുത്തെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടത്? ഫീൽഡിൽ ഒരാളെയും അവിടുത്തെ ഒരാളെയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരാൾ ഉണ്ടാക്കി തരണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തത് 0 W ഉണ്ടാവണം. അതായത് നമ്മളെ വെക്ടർ സ്പേസ് വിയിലെ 0 എവിടെ വരണം? ഡബ്ല്യൂയിൽ വരണം. പോസിറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 0 ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് കാണിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്രൂവ് ഡബ്ല്യു ഇപ്പം എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ ഡബ്ല്യൂവിൽ ഇപ്പോൾ എന്തായാലും ഒരു ഐഡൻറ്റിറ്റി വേണമല്ലോ. ഞാൻ പ്രൂവ് ചെയ്യും ആ ഐഡൻറ്റിറ്റി 0 ആണെന്ന് പ്രൂവ് ചെയ്യും. എന്നാൽ പിന്നെ എന്തായി? 0 W എത്തിയില്ല. കാരണം ഒരു വെക്ടർ സ്പേസിൻ്റെ ഐഡൻറ്റിറ്റി യുണീക്കാണ്, നമുക്കറിയാം. അഡിറ്റീവ് ഐഡൻറ്റിറ്റി യുണീക്കാണ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഞാനെന്ത് പ്രൂവ് ചെയ്യും? ഈ ഒറിജിനൽ സ്പേസിലുള്ള 0 തന്നെ ഡബ്ല്യൂവിലെ ഐഡൻറ്റിറ്റി ആയിട്ട് വരും എന്ന് പറയും. അപ്പോൾ പിന്നെ ആ 0 പിന്നെ ഡബ്ല്യൂവിൽ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ പ്രൂഫ് അവിടെ കൊടുത്തത് ഇത് നമുക്കറിയാം. 0 വിയിൽ ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഇതുണ്ട്, ഈ ലൈനുണ്ട്. ഓക്കെ, വായിച്ചു നോക്കുക. ഇനി അയമെന്ന് എനിക്ക് ഇതും പറയാൻ പറ്റൂലേ? ഫോർ ഓൾ ഡബ്ല്യു ബിലോങ്സ് ടു ഡബ്ല്യു ഇതുണ്ട്. കാരണം എന്താ? ഡബ്ല്യൂയിലുള്ളവരൊക്കെ വീലുണ്ട്. വീലുള്ളവർക്കൊക്കെ ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ? ഈ 0 ഡബ്ല്യൂവിലെ ഐഡൻറ്റിറ്റിയായി മാറി. ഇനി ഡബ്ല്യു വെക്ടർ സ്പേസ് ആണ്, ഐഡൻറ്റിറ്റി യുണീക്കാണ്. അപ്പോൾ ഈ 0 തന്നെ ഡബ്ല്യൂവിൽ ഐഡൻറ്റിറ്റി ആയിട്ട് വരുള്ളൂ. വെക്ടർ സ്പേസ് അതുകൊണ്ട് 0 ഡബ്ല്യൂവിൽ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് നോക്കാം. ഇതും വളരെ എളുപ്പമാണ്. അതായത് ഡബ്ല്യു ഈ പറഞ്ഞ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യണം ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ അങ്ങ് പറയലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ എഴുത്ത് കുറവായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവാതെ പോകും. ഇനിയെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ഇത് കാണിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വിയിലെ അതേ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും പ്രകാരം ഡബ്ല്യു ഒരു വെക്ടർ സ്പേസ് അത് കാണിക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വേണ്ടത്? വിയിലെ അഡീഷൻ ഡബ്ല്യൂയിലെ അഡീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ വിയിലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഡബ്ല്യൂയിലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, വിയിലെ അഡീഷൻ ഡബ്ല്യൂയിലെ അഡീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഡബ്ല്യൂവിൽ ആ അഡീഷൻ എന്ത് ചെയ്യണം? ഡബ്ല്യൂയിലുള്ള 2 ആൾക്കാരെ ഉപയോഗിച്ചിട്ട് ഡബ്ല്യൂയിൽ തന്നെ ഒരാളുണ്ടാക്കണം. അല്ലേ? വെക്ടർ സ്പേസിൽ അഡീഷൻ്റെ പ്രത്യേകത അല്ലേ? അതിൽ തന്നെയുള്ള 2 ആൾക്കാരെ ഉപയോഗിച്ചിട്ട് അതിൽ തന്നെ ഒരാളുണ്ടാക്കണം. അപ്പം വിയിലെ അഡീഷൻ ഡബ്ല്യൂയിൽ ഒരു അഡീഷനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഡബ്ല്യൂയുള്ള 2 ആൾക്കാരെ ഉപയോഗിച്ചിട്ട് ഡബ്ല്യൂയിൽ തന്നെ ഒരാളുണ്ടാക്കണം. ആ പച്ചക്കൊടിയാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്നത്. അല്ലേ? ഡബ്ല്യു ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ കൊണ്ട് വിയിലെ അഡീഷൻ ഡബ്ല്യൂയിൽ ഉപയോഗിക്കാം. ഇനി രണ്ടാമതോ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. വിയിലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഡബ്ല്യൂയിലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു സ്കാലറും ഡബ്ല്യൂയിലൊരു എലമെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ഡബ്ല്യൂയിൽ തന്നെ ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യണം. അതും ട്രൂ ആണെന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ വന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഡബ്ല്യു ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് ആ വിയിലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഡബ്ല്യൂയിൽ ഉപയോഗിക്കാം. യെസ്. ഇനി മൂന്നാമത്തേലേക്ക് ഞാൻ വരട്ടെ, നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ലക്ഷ്യം എന്താണ്? ഡബ്ല്യു ഇനി ഈ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും വെച്ചിട്ട് ഡബ്ല്യു ഒരു വെക്ടർ സ്പേസ് എന്ന് പറയണം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ആ അഡീഷൻ ഡബ്ല്യുവിനെ ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുമെന്ന് പറയണം. അപ്പോൾ ആ അഡീഷൻ ഡബ്ല്യു ഒരു കമ്മ്യൂട്ടേറ്റീവ് ആണോ? ആയിരിക്കും. ആ അഡീഷൻ എൻ്റെ ഒരു വിയിൽ തന്നെ കമ്മ്യൂട്ടേറ്റീവാണ്. എൻ്റെ ഒരു വിയിലെ 2 ആൾക്കാർ വി പ്ലസ് യു ഈക്വൽ ടു യു പ്ലസ് വി ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യൂയിലെ 2 ആൾക്കാരെ കൊടുത്താൽ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡാഷ് പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞൂടെ? കാരണം എൻ്റെ ഒരു വിയിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ഡബ്ല്യൂയിലും കമ്മ്യൂട്ടേറ്റീവ് ആണ്. എൻ്റെ ഒരു വിയിൽ അഡീഷൻ അസോസിയേറ്റീവ് ആണെങ്കിൽ ഡബ്ല്യൂയിലും അസോസിയേറ്റീവ് ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി വന്നു, അസോസിയേറ്റിവിറ്റി ഒക്കെ ഡബ്ല്യൂയിൽ വന്നു. പിന്നെ വേണ്ടത് എന്താണ്? അതിന് അഡിറ്റീവ് ഐഡൻറ്റിറ്റി വേണം. എൻ്റെ വിയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ് 0. അതിപ്പോൾ നമ്മളെ ഡബ്ല്യൂയിലുണ്ട്. പിന്നെ പേടിക്കാനെന്തോണ്ടോ? അപ്പോൾ അത് ഇവിടുത്തെ ഐഡൻറ്റിറ്റി വർക്ക് ചെയ്തുള്ളില്ല. കാരണം ഡബ്ല്യു 0 പ്ലസ് ഡബ്ല്യു പ്ലസ് 0 എന്തായിരിക്കും? ഡബ്ല്യു തന്നെ ആയിരിക്കും. കാരണം അത് എൻ്റെ വിയിൽ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഐഡൻറ്റിറ്റിയും ഡബ്ല്യൂയിൽ വന്നു, അഡീഷൻ ഐഡൻറ്റിറ്റി വന്നു. പിന്നെന്താ വേണ്ടത്? അഡീഷൻ അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റണമെങ്കിൽ ഇൻവേഴ്സ് വേണം, അല്ലേ? അഡിറ്റീവ് ഇൻവേഴ്സ് വേണം. അത് ഞാൻ കാണിച്ചു തരാം. കമ്മ്യൂട്ടേറ്റിവിറ്റി വന്നു, അസോസിയേറ്റിവിറ്റി വന്നു, ഐഡൻറ്റിറ്റി വന്നു, ഇൻവേഴ്സ്. അതായത് സപ്പോസ് ലെറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു. ഇവിടുന്ന് ഒരു എലിമെൻ്റ് എടുത്തു, അതിന് അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ ഞാൻ കാണിക്കണം. ഓക്കെ, അതിന് വളരെ എളുപ്പമാണ്. -1 എവിടെ നിന്ന് എടുക്കുക? ഫീൽഡിൽ നിന്ന് എടുക്കുക. -1 ഇൻറ്റു ഈ ഡബ്ല്യു അതെവിടെ ഉണ്ടാവും? ഡബ്ല്യൂയിലുണ്ടാവും. ബൈ കണ്ടീഷൻ 2. ക്ലിയർ ആണല്ലോ, അല്ലേ? യെസ്. ഇനി ഈ ഡബ്ല്യുവും ഈ -1 ഡബ്ല്യുവും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് 0. ഇതെങ്ങനെ ചെയ്താൽ 1 ഇൻറ്റു ഡബ്ല്യു പ്ലസ് -1 ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 പ്ലസ് -1 അല്ലേ? ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. 0 ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എന്തായി? ഇയാൾ ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണെന്ന് കിട്ടി.
ക്ലിയർ ആണല്ലോ? സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം എന്തായി, ഇവിടുത്തെ ഒരു എലമെൻ്റ് എടുത്തപ്പം അതിനൊരു അഡിറ്റീവ് ഇൻവേഴ്സ് അതിൽ തന്നെ ഉണ്ട്, നമുക്കിത് വെച്ച് പോകാൻ പറ്റി. അപ്പം അഡീഷൻ കമ്മ്യൂട്ടേറ്റീവാണ്, അസോസിയേറ്റീവാണ്, പിന്നെ ഐഡൻറ്റിറ്റി ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, അപ്പോൾ തബേലിംഗ് ഗ്രൂപ്പാണ്. ഇനി ബാക്കിയുള്ള 4 കണ്ടീഷൻസില്ലേ, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ആ കണ്ടീഷൻസൊക്കെ മെയിൻ സ്പേസിൽ ഹോൾഡ് ചെയ്തതും കൂടി ഡബ്ല്യൂയിലും ഹോൾഡ് ചെയ്തതും വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായി, ഡബ്ല്യൂവിലെ ഈ പറഞ്ഞ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഡബ്ല്യൂവിനെയും ഒരു വെക്റ്റർ സ്പേസ് ആക്കി മാറ്റുന്നു എന്ന് കാണാം. ഓക്കെ, സോ ഡബ്ല്യു ഇസ് എ വെക്റ്റർ സ്പേസ് അണ്ടർ ദ സെയിം ഓപ്പറേഷൻ. സോ ഡബ്ല്യു ഇസ് എ സബ് സ്പേസ് ഓഫ് വി. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് അടുത്ത വീഡിയോ ചെയ്യാം. ഞാൻ ഇതിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.